സ്വന്തം മിഥിലാമസാണ്. മക്കളെ, എൻ്റെ കുട്ടികൾ എല്ലാവരും ഒരേപോലെ സംശയം പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡി ബ്ലോക്ക് ആണ് അവനല്ലേ. ഒരുപാട് മക്കൾക്ക് സംശയം വരുന്ന ഒരു ടോപ്പിക്കാണ് ഡി ബ്ലോക്ക് എലമെന്റുകളും അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൺഫ്യൂഷൻസ് മിസ് ഇതാ ഇങ്ങനെ മാറ്റാൻ പോവാണ്. അപ്പം എൻ്റെ കുട്ടികൾ എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും വേഗം തന്നെ മിസ്സിന് ഒരു ഹൈ ഫൈവ് പോരട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആരാണ് ഡി ബ്ലോക്ക് എന്നെൻ്റെ കുട്ടികൾ അറിയണം. ആരാണ് ഡി ബ്ലോക്ക്? നമ്മുടെ പീരിയോഡിക് ടേബിളെ നമ്മളിങ്ങനെ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്കുകളാക്കി മാറ്റിയിട്ടുള്ളത്? അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ കയറുന്നു, ലാസ്റ്റ് ഇലക്ട്രോൺ എസ്സിലാണ് കയറിയതെങ്കിൽ എസ് ബ്ലോക്ക്, പിയിലാണെങ്കിൽ പി ബ്ലോക്ക്. അവസാനത്തെ ഇലക്ട്രോൺ അപ്പോ ഡി സബ്ഷെല്ലിൽ കയറുന്നവരെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത് അല്ലേ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവന്റെ അവസാനത്തെ ഇലക്ട്രോൺ എവിടെ കയറുക? ഡി സബ്ഷെല്ലിലാണ്. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, എത്രാമത്തെ ഗ്രൂപ്പ് മുതൽ എത്രാമത്തെ ഗ്രൂപ്പ് വരെയാണ് ഡി ബ്ലോക്ക് വരിക? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണല്ലേ ഈ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. മക്കളെ, ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളവരാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. 4ാമത്തെ പീരീഡ് തൊട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് വരെയുള്ളവരാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡി ബ്ലോക്കിനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സലിംകുമാർ ചേട്ടനെ കാണുന്നത് പോലെ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ, പൊതുവായ കുറച്ച് സവിശേഷതകളുണ്ട്. ഇവിടെയാണ് എൻ്റെ കുട്ടികൾക്ക് ഡൗട്ട് വരാം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇത് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ണടയൊക്കെ വെച്ച് ചിരിക്കും. അത്ര സെറ്റായിട്ട് മിസ് പറഞ്ഞു തരും. ഓക്കെ, അപ്പം ബേസിക്കലി മക്കളെ നമ്മൾ പറഞ്ഞു അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലാണ് കയറുന്നതെന്നല്ലേ. എന്നാൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് കാണിച്ചു തരാം. നമ്മളൊരു ആറ്റം എടുത്തു കേട്ടോ. അപ്പം മിസ് ഇവിടെ അടിപൊളിയായിട്ട് ഒരു ആട്ടം ഇറക്കാം. ആട്ടത്തിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്, ആട്ടത്തിൻ്റെ ഓരോരോ ഷെല്ലുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. മക്കളെ, ഒരു ആട്ടത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഷെല്ല് ഇത് ന്യൂക്ലിയസ് ആണ് കേട്ടോ. ഏറ്റവും പുറമെയുള്ള ഷെല്ലിനെ നമ്മൾ എന്താ പറയുക? ഏറ്റവും പുറമെയുള്ള ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ അല്ലേ, വാലൻസ് ഷെൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെൽ എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഈ വാലൻസ് ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഒരു ഷെല്ലുണ്ട്. ആ ഷെല്ലിനെയാണ് നമ്മൾ പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് വിളിക്കുന്നത്. കിട്ടിയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ ആണോ മിസ് പറഞ്ഞത്? അപ്പോൾ ഒരാട്ടത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഷെല്ലാണ് വാലൻസ് ഷെൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇതിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലാണ് പെനൽറ്റിമേറ്റ് ഷെൽ, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ല് എന്ന് പറയാം. അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് എവിടെയാണെന്ന് എൻ്റെ കുട്ടികൾക്കറിയോ? ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ്. കത്തിയോ? കത്തിയില്ല അല്ലേ. മിസ് കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇതപ്പോൾ ന്യൂക്ലിയസ് ആണ്. 1ാമത്തെ ഷെല്ല്, 2ാമത്തെ ഷെല്ല്, 3ാമത്തെ ഷെല്ല്, 4ാമത്തെ ഷെല്ല്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു അയണിനെ എടുത്തു. അറ്റോമിക് നമ്പർ 26 ആണ് അല്ലേ. അപ്പോൾ അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ആർഗണിനെ വെച്ചിട്ട് എഴുതിയാൽ ആർഗൺ, പിന്നെ 3D ഉണ്ട്, 4s ഉണ്ട്. അപ്പോൾ 3Dയും 4sഉം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രോൺ എവിടെയാണ് കയറുക? 4sലാണ് കയറുക അല്ലേ. കാരണം 3Dയെക്കാട്ടിലും എനർജി കുറവ് 4sനാണ്. അപ്പോൾ 4sൽ കയറിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ബാക്കിയുള്ള ഇലക്ട്രോൺസ് 3Dയിലേക്ക് കയറും. അപ്പോൾ 4sൽ 2 ഇലക്ട്രോൺസ് കയറി. ഇനി ഡയഗ്രത്തിലേക്ക് നോക്കിക്കോ. ദാ ഇവിടെ 4sൽ 2 ഇലക്ട്രോൺസ് കയറി. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഇവിടെ 4th ഷെൽ എന്ന് പറയുന്നത് ബാഹ്യതമ ഷെല്ലാണ്. ശരിയല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ വാലൻസ് ഷെല്ലിനുള്ളിലുള്ള ഷെല്ല് 3rd ഷെല്ല്, അതാണ് പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അയണിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺസ് 4sൽ കയറിയതിന് ശേഷം ബാക്കിയുള്ള എത്ര ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ് 3Dയിലേക്കാണ് പോകുക. ശരിയല്ലേ? അപ്പം 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ മക്കളെ, വാലൻസ് ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലാണ് അഥവാ പെനൽറ്റിമേറ്റ് ഷെല്ലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽ ഇൻ ദ പെനൽറ്റിമേറ്റ് ഷെൽ. ഓക്കെ അല്ലേ? ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ
ഡി സബ് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺസ് കയറുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയാണ്, ഇവർക്ക് വേറൊരു വിളിപ്പേര് കൂടെയുണ്ട്. ഇവരെ ഡി ബ്ലോക്ക് എന്ന് മാത്രമല്ല, നമുക്ക് ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്നും കൂടെ വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് എന്താണെന്നും ഡി ബ്ലോക്കിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് കയറുക എന്നതിന്റെ കുട്ടികൾക്ക് ക്ലിയർ ആയില്ലേ? റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി, നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ഇവരുടെ ഓക്സീകരണാവസ്ഥ അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം മിസ് ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ദശാവതാര മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമലഹാസന്റെ. ഈ കമലഹാസൻ ഒരേ സമയം, കമലഹാസൻ തന്നെ 10 ക്യാരക്ടറാണ് അല്ലേ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെയാണ് നമ്മുടെ ഡി ബ്ലോക്കിലെ ആൾക്കാർ. ഒരേ സമയം ഇവരെന്ത് ചെയ്യുന്നറിയോ? പല 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 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇപ്പം നമ്മൾ സോഡിയത്തെ മഗ്നീഷ്യത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോഡിയം എടുത്താൽ അവർ +1 മാത്രമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. മഗ്നീഷ്യം എടുത്താൽ +2 മാത്രമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. പക്ഷേ നമ്മുടെ ഡി ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരേ ആൾ തന്നെ +2 കാണിക്കും, +4 കാണിക്കും, +3 കാണിക്കും, +7 കാണിക്കും. സോ ബേസിക്കലി ഇവിടെ ഒരു ദശാവതാരമാണ് അവർ നടത്തുന്നത് അല്ലേ? അവരെന്ത് ചെയ്യും? ഒരേ സമയം ഒരേ ആൾ തന്നെ പലതരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അതാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ അഥവാ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആളാണ് അയണിന്റെ 2 കോമ്പൗണ്ടാണ്. ഇവിടെ തരാം. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് FeCl2. ഇനി മക്കളെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഇവിടെ എഴുതട്ടെ മിസ്. രണ്ടാമത്തെ ആളാണ് FeCl3. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ഈ 2 കോമ്പൗണ്ടിലും അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഇതാണ് ആദ്യം തരുന്ന ടാസ്ക്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പൊ നിങ്ങൾക്ക് ഹിന്റ് തരൂ കേട്ടോ. ഹിന്റായിട്ട് തരിക, അയണിന്റെ കണ്ടുപിടിക്കണം. സോ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ് എന്ന് തരും. നോക്കിക്കേ, അപ്പോൾ 9ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പല മക്കളും മറന്നു പോയിട്ടുണ്ടാവും. സാരമില്ല, മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ അറിയില്ല. ഇപ്പം മാത്സിലായിക്കോട്ടെ ഫിസിക്സിലായിക്കോട്ടെ ഒരാളെ അറിയില്ല എങ്കിൽ നമ്മൾ അയാളെ എങ്ങനെ എടുക്കുക? ഒരാളെ അറിയില്ല എങ്കിൽ അവനെ നമ്മൾ എക്സ് എന്നാ വിളിക്കുക. അപ്പൊ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എനിക്ക് അറിയില്ല, അപ്പൊ അയണിന്റെ ഓക്സിഡേഷൻ നമ്പറിനെ എനിക്ക് എക്സ് എന്ന് വിളിക്കാം. അതെ, പ്ലസ് ഇനി ക്ലോറിൻ. ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? -1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ എത്ര ക്ലോറിൻ ഉണ്ട് മക്കളെ? 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ മിസ് എന്താ ചെയ്യേണ്ടത്? -1 × 2 ചെയ്യണം അല്ലേ? കാരണം ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെത് -1 ആണ്. നമ്മുടെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഒരു പേനയുടെ പൈസ 10 രൂപയാണ്. 2 പേനയുടെ പൈസ എത്രയാ? 2 × 10 ആണ് അല്ലേ? അതേപോലെ ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെത് -1 ആണ്. 2 ക്ലോറിൻ ആറ്റത്തിൻ്റെ അപ്പം എത്ര വരും? -1 × 2 ചെയ്യാം. ഇനി ഇതുപോലെ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും, നമ്മുടെ കെമിസ്ട്രിയിൽ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും ആ കോമ്പൗണ്ടിലെ ഓരോ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 0 കിട്ടണം. ഇപ്പൊ ഇവിടെ FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. അവിടെ അയണുമുണ്ട് ക്ലോറിനുമുണ്ട് അല്ലെ? അയണിന്റെ ഓക്സിഡേഷൻ നമ്പറും ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പറും കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 0 കിട്ടണം. ചാർജ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എനിക്ക് പറയാം അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ അതായത് X പ്ലസ് ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. കുറച്ച് കണക്കാണ്. അങ്ങനെയാണെങ്കിൽ x-2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എങ്ങനെയാ വരെ മക്കളെ? -2 ഇതാ ഇപ്പുറത്തേക്ക് 0ന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി അല്ലേ? അപ്പം -2 0ന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈക്വൽ ടു സൈനിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവരുടെ സൈൻ ചേഞ്ച് ചെയ്യും അല്ലേ? -2 + 2 ആയിട്ട് മാറും. കണ്ടോ? അപ്പൊ FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ മക്കളെ നമ്മുടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? +2 ആണ്. ഇനി ഒരു കാര്യം കൂടെ എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കാണിക്കണം കേട്ടോ. വാലൻസി സംയോജകത പറയുമ്പോൾ ചാർജ് പറയേണ്ട കാര്യമില്ല. ബട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ കൃത്യമായിട്ടും ചാർജ് പറയണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് FeCl3യിലേക്ക് വരാം. FeCl3യിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയില്ല, എക്സ് എന്ന് എടുത്തു. ക്ലോറിനെ എടുക്കാം. ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ ഇത് -1 ആണ്. ചോദ്യത്തിൽ 3 ക്ലോറിൻ ആറ്റമില്ലേ? സോ -1 × 3 ചെയ്യുക. എല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് 0 കിട്ടണം. കിട്ടി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. സോ എക്സിന്റെ വാല്യൂ എത്രയാ പറയാ? മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എത്രയാകും? +3 ആയിട്ട് മാറും. കണ്ടോ എൻ്റെ കുട്ടികള്? സോ നോക്കിക്കേ, ഇവിടെ FeCl3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാ? +3 ആണ് അല്ലേ? അപ്പൊ അയൺ ഒരേ സമയം 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇതാണ് നമ്മൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതേപോലെ കോമ്പൗണ്ടുകളെ തന്നിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറയാന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ FeCl2 എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ കയ്യിലുള്ളത് Fe2+ അയോൺ ആണ് അല്ലെ? FeCl3 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് Fe3+ അയോൺ ആണ്. മക്കളെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ Fe2+ അയോണിന്റെയും അല്ലെങ്കിൽ Fe3+ അയോണിന്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതെങ്ങനെ എഴുതും? വളരെ സിമ്പിളാ. ഇത് പാടാണ് എന്ന് ഓൾറെഡി എൻ്റെ കുട്ടികളെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് മിസ് കാണിച്ചു തരാം. മക്കളെ, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ അറ്റോമിക് നമ്പർ ഒക്കെ തരും, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ആദ്യം തന്നെ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങ് എഴുതാം. സോ ബേസിക്കലി നമ്മുടെ അയൺ എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 26 ആണ്. ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൂടെ? എങ്ങനെയാണ്? മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. 1s2 2s2 2p6 3s2 3p6 അല്ലെ? ഇനി 3d ഉണ്ട്, 4s ഉണ്ട്. 4sൽ 2 ഇലക്ട്രോൺസ് കയറുന്നു, മിച്ചമുള്ള 6 3dയിൽ കയറുന്നു. ഓക്കെ അല്ലേ? കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് വേണ്ടത് Fe2+ അയോണിൻ്റെതാണ്. മക്കളെ, ഈ 2+ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴാണ് ചാർജ് വരുന്നത്? ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മേടിക്കുമ്പോഴോ ആണ് അവന് ചാർജ് വരുന്നത് അല്ലെ? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ മേടിച്ചാൽ നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ ഇവിടെ Fe2+ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ അയോൺ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു അല്ലെ? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തത് കൊണ്ടാണ് അവന് 2 പോസിറ്റീവ് ചാർജ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അയണിന്റെ കയ്യിൽ നിന്നും 2 ഇലക്ട്രോൺസിനെ കളഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് അറിയൂ? ഇവിടെ 3d ഉണ്ട്, 4s ഉണ്ട് അല്ലെ? ഈ 3dയിൽ നിന്നാണോ 4sൽ നിന്നാണോ ഇലക്ട്രോൺസ് പോകുന്നത്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എവിടെ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മക്കളെ. ഏറ്റവും പുറമെയുള്ള ഷെല്ല്, അതായത് എപ്പോഴും ഇലക്ട്രോൺസിനെ കളയുമ്പോൾ 3dയിൽ നിന്നല്ല, പകരം 4sൽ നിന്നാണ് ആദ്യം എൻ്റെ കുട്ടികൾ ഇലക്ട്രോൺസിനെ കളയേണ്ടത്. അപ്പൊ Fe2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസിനെയും നമുക്ക് കളയണം അല്ലെ? എവിടെ നിന്ന് കളയണം? 4sൽ നിന്ന് കളയണം. 4sലെ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു. അങ്ങനെയാണ് നമ്മുടെ അയൺ Fe2+ ആയിട്ട് മാറിയത്. അപ്പൊ Fe2+ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 1s2 2s2 2p6 3s2 3p6 3d6 വരെ മതി. 4sലെ 2 പോയി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികളെ വേഗം തന്നെ Fe3+ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞേ. എങ്ങനെയായിരിക്കും വരിക? Fe3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ 2 ഇലക്ട്രോൺസ് ആദ്യത്തെ 4sൽ നിന്ന് പോയി. മൂന്നാമത്തെ ഇലക്ട്രോൺ എവിടെ നിന്നാ പോകുക? 3dയിൽ നിന്ന് പോകും. 3dയിൽ ആദ്യം 6 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഇനി ബാക്കി എത്രയുണ്ട്? 5 ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ? അപ്പൊ 3d 5 ആയിട്ട് മാറും. സെറ്റ് അല്ലേ? അപ്പൊ Fe3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 3d5 വരെ എഴുതിയാൽ മതി. ടടാ, കഴിഞ്ഞു. അപ്പൊ നോക്കിക്കേ, ഒരേ ആള് തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു അല്ലെ? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനും അയൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും പഠിക്കാതെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. മക്കളെ, ഇനി അടുത്ത ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. മക്കളെ, ഈ ഇരിക്കുന്ന 4sന്റെയും 3dയും അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് എസിന്റെയും
അതിനുള്ളിലിരിക്കുന്ന ഡി സബ്ഷെല്ലിന്റെയും എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാ. ഓക്കെ ആണോ? നോക്കിക്കേ, there is only a small difference of energy between outermost S and penultimate D subshell. ഇപ്പൊ അയണിന്റെ കേസ് എടുത്താൽ ഈ 4sഉം അതേപോലെ 3Dയും തമ്മിൽ വളരെ ചെറിയ എനർജി വ്യത്യാസമുള്ളൂ. അപ്പൊ 4sലെ ഇലക്ട്രോൺസ് പോകുമ്പോ അതിൻ്റെ ഒപ്പം 3D നിക്ക് എന്ന് പറഞ്ഞ് അവരും കൂടെ ഇറങ്ങി ഓടിപ്പോവും അല്ലേ. സോ ബേസിക്കലി 4sലെയും 3Dയിലെയും ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് മിസ്സിന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു അവരുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങൾ രൂപം കൊള്ളുക എന്ന് പറയുന്നത്. നമ്മുടെ ഡി ബ്ലോക്കിൻ്റെ മിക്ക കോമ്പൗണ്ടുകളും നല്ല കളറുള്ള കോമ്പൗണ്ടുകളാണ്. അപ്പം ഇതിൻ്റെ ശരിക്കുള്ള റീസൺ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല, ഇത്രയും മനസ്സിലാക്കുക. നോക്കിക്കേ, ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ പ്രസൻസ്, സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് ഇവിടെയുള്ള നിറത്തിന് കാരണം. ഓക്കെ അല്ലേ? അപ്പം മക്കൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഡി ബ്ലോക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് പറയാം. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ആൾക്കാരാണ് ട്രാൻസിഷൻ മെറ്റൽസ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്നും ഇവരെ വിളിക്കാറുണ്ട് അല്ലേ. അവസാനത്തെ ഇലക്ട്രോൺ പെനൽറ്റിമേറ്റ് സബ്ഷെല്ലിലാണ് കയറുന്നത്. പിന്നെ എന്ത് പറയാം? ഇവരൊക്കെ മെറ്റൽസ് ആണ് കേട്ടോ. ഓൾ ആർ മെറ്റൽസ് എന്ന് പറയാം. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ എത്ര പ്രോപ്പർട്ടി വേണേലും പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഡി ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ പറയും. അപ്പോൾ ഏതെങ്കിലും മാർക്ക് അനുസരിച്ച് 2 or 3 എഴുതി കൊടുത്താൽ മതിയോ? സെറ്റല്ലേ എൻ്റെ കുട്ടികൾക്ക്? അപ്പം ഡി ബ്ലോക്ക് നമ്മളിങ്ങനെ അരച്ച് കലക്കി സെറ്റായിട്ട് പഠിച്ചില്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകാൻ പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിച്ചോ, മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. അതായത് ഇത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ Mn2O7 ഈ പറയുന്ന കോമ്പൗണ്ടിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ മാംഗനീസ് അയൺ ഉണ്ടല്ലോ, ഈ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഹിന്റ് തരാം, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ചെയ്തൂടെ? Mn2O7 ആണുള്ളത്. ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻ്റെ മക്കൾ എല്ലാവരും താഴെ എഴുതി കമൻറ്റ് ചെയ്യണം. മക്കളെ 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വരുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് മിസ്സിന് ഉറപ്പാണ്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്യണം. അതേപോലെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എല്ലാ മക്കളും കമൻറ്റ് ചെയ്യണം. മിസ്സിന് അറിയണ്ടേ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. മക്കളെ ഇതേപോലെ അടിപൊളി റിവിഷൻ ബാച്ചുമായിട്ട് നമ്മുടെ അസ്ത്ര 3.0 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓഗസ്റ്റ് 5-ാം തീയതി ആയിരിക്കും നമ്മുടെ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പം മാക്സിമം വേഗം തന്നെ എൻ്റെ കുട്ടികളെ എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളി ക്ലാസ്സസ് ആണ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഫുൾ പവറായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികളെല്ലാവരും കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മിസ് ചെക്ക് ചെയ്യൂ കേട്ടോ. സോ ഇതേപോലെ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നും കൂടെ പറയാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.